അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വെള്ളത്തിന് അവരുടെ നിത്യജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ടുന്ന കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യം. 300 മുതൽ 350, 400, 500 ഈ രീതിയിൽ ഫീറ്റ് താഴേക്ക് പോകുമ്പോൾ മാത്രമേ കുഴൽക്കിണർ കുഴിക്കുകയാണെങ്കിൽ പോലും വെള്ളമുള്ളൂ. ആ ഒരവസ്ഥയിൽ അവരുടെ പ്രധാന വിഷയമായ കുടിവെള്ളം, ആ കുടിവെള്ള പദ്ധതി ജമാലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തു. നമ്മൾ എവിടെയൊക്കെ ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തുവോ, എവിടെയെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയോ, അവിടെയെല്ലാം ആ പദ്ധതി പൂർത്തീകരിക്കുകയും വെള്ളത്തിന് വേണ്ടുന്ന സംവിധാനം ചെയ്യുകയും കുഴൽക്കിണറുകൾ കുഴിക്കുകയും കുഴൽക്കിണറുകൾ കുഴിച്ചുകൊണ്ട് അവിടെയെല്ലാം വെള്ളത്തിന് സംവിധാനം ഒരുക്കുകയും ചെയ്തു. റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തുടർന്നും ആ പ്രവർത്തനങ്ങൾ ജമാലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്ത കുഴൽക്കിണറുകളുടെ വ്യക്തമായ ഒരു രൂപരേഖയും അതിന്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായവും ഒപ്പം ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. നന്ദി. السلام عليكم ورحمة الله وبركاته. مدرسة الهدى للبنين والبنات शंकरपुर जिला गिरिडीह झारखंड, रन बाय जमालिया ग्रुप। ये बोरवेल जो है आयशा बिन्ते अब्दुल्ला की जानिब से सदका जारिया के तौर पर दिया गया है, जो बच्चों और बच्चों को पीने में इस्तेमाल होगा और मस्जिद में वज़ू खाने के लिए इस्तेमाल होगा। इंशाअल्लाह अल्लाह रब्बुल आलमीन आयशा बिन्ते अब्दुल्ला को साथ में तंदुरुस्ती अता फरमाए और इनके इस ताउन को अल्लाह रब्बुल आलमीन कबूल फरमाए। आमीन सुम्मा आमीन। ഇത് മദ്രസത്തുൽ ഹുദയുടെ സ്ഥലമാണ്. ജാർഖണ്ഡിൽ ഗിരിഡി ജില്ലയിൽ ശങ്കർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസത്തുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സ്ഥലമാണ്. ഇവിടെയാണ് അബ്ദുൽ അസീസ് സാഹിബിന്റെ മാതാവിന്റെ പേരിൽ ഒരു ബോർവെൽ അടിക്കുന്നത്. ഈ വസ്തുവിലാണ്, ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് 450ഓളം വിദ്യാർത്ഥികൾ, മുത്തഅല്ലിമീങ്ങൾ, ഖുർആൻ പഠിക്കുന്നവർ, നമസ്കരിക്കുന്നവർ, wudu എടുക്കാനും വെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ കിണർ ഇവിടെ എടുക്കുന്നത്. അൽഹംദുലില്ലാഹ് അബ്ദുൽ അസീസ് സാഹിബിനും അദ്ദേഹത്തിന്റെ മാതാവ് ആയിഷ ബിന്ത് അബ്ദുള്ളയ്ക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെയും ഈ മദ്രസയുടെയും ഒക്കെ ഡയറക്ടർ കൂടിയായ മൗലാന ഇസ്മായിൽ സാഹിബിനെ രണ്ട് വാക്ക് പറയുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. अस्सलाम वालेकुम रहमतुल्लाह। ये मदरसतुल हुदा लिलबनीन वलबनात है, शंकरपुर, गिरिडीह, झारखंड। अल्हम्दुलिल्लाह यहाँ पे 450 तलबा व तालिबात हैं, जिसके लिए मशरूबे में काम भी आएगा, पीने खाने के लिए और वजू के लिए भी। और यहाँ पे चलते चलाते लोग भी काफ़ी मुसल्लियान यहाँ नमाज के लिए वजू करेंगे। और उसके लिए ये आपका डोनेशन जो बोरवेल के लिए होगा, अल्हम्दुलिल्लाह वो फी सबिलिल्लाह होगा। और अल्लाह रब्बुल आलमीन आपके इस ताउन को कबूल फरमाए। आमीन सुम्मा आमीन।
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുസ്ത ജുമാ മസ്ജിദിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നത്തെ വിശേഷം അഹദ സബീൽ ഫൗണ്ടേഷൻ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്ന അഹദ സബീൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ജാർഖണ്ഡിലെ നാരായൺപൂർ സിമർബേര പുസ്ത ജുമാ മസ്ജിദ് ഇവിടെ നാളിതുവരെ ആയിട്ടും കുടിവെള്ളം ഇല്ല, അതുപോലെ ഒതു കൊടുക്കാൻ സംവിധാനമില്ല, കുട്ടികൾക്ക് ബാത്റൂമിലും മറ്റും പോകാനുള്ള സംവിധാനമില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. പരിശുദ്ധമായ റമദാൻ വരുന്നു, ദിവസങ്ങൾ മാത്രം ബാക്കി. ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അൽഹംദുലില്ലാ അഹദ സബീൽ ഫൗണ്ടേഷൻ ഒരു കിണർ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാ ജാരിയായ സദഖയിൽപ്പെട്ടതാണ്. ഈ കിണറിന് സംഭാവന ചെയ്യുന്ന അഹദ സബീൽ ഫൗണ്ടേഷന്റെ ആൾക്കാർക്ക് കിട്ടുന്ന പ്രതിഫലം ജാരിയായ സദക്ക, എന്നേക്കുമുള്ള ഒരു സദക്കയാണത്. അൽഹംദുലില്ലാ അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇതിന്റെ പാഴെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി വന്നു കിണർ കുഴിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഇന്നത്തെ ദിവസത്തോടു കൂടി തന്നെ ഇവിടെ കിണർ കുഴി പൂർണ്ണമാകും. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അഹദ സബീൽ ഫൗണ്ടേഷനും അതിന്റെ പ്രവർത്തകർക്കും അതിനുവേണ്ടി സംഭാവനകൾ ചെയ്യുന്നവർക്കും എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാർഖണ്ഡിലെ ഇരിഡി ഡിസ്ട്രിക്റ്റിലെ ജാംജൂരിയിലാണ്. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിണറാണ് കുടിക്കുന്നത്. നമ്മുടെ കോട്ടക്കലെ 31 കിണറുകൾ സ്വന്തമായി ശേഖരിച്ച് കുഴിച്ച് വിപ്ലവം സൃഷ്ടിച്ച മൊയ്തുക്കയുടെ കെയർ ഓഫിൽ ജമാലിയ ഗ്രൂപ്പ് പെണ്ണുങ്ങൾക്ക് കുഴിച്ചു കൊടുക്കുന്ന 6ാമത്തെ കിണറാണ് ഇത്. ഈ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഹസീസ് എന്ന മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന അധ്യാപകനായിരുന്ന മാന്യ സഹോദരന്റെ മകളുടെ സ്ഥലത്താണ് ഈ കിണർ കുഴിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കിണറുകൾ ഇനിയും ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും ഉണ്ടാകണം. ധാരാളമായി 100 കിണറുകളാണ് നമ്മുടെ പദ്ധതി. അതിൽ 6ാമത്തതാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അദ്ദേഹം നമ്മുടെ അബ്ദുൽ അസീസ് സാഹിബ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اليوم هناك موجود في قرية جامجوري، وهناك البير الذي هناك يستعمل في ابنتي وفي أرضها، وستكون إن شاء الله مفيدا في العلاقة وفي هذه القرية. وكان هذه البير 6 رقم 6، وكان قبل هذا 5 أبيار في هذه العلاقة، في علاقة جاركن. وهناك مشاكل في المياه، فلا بد لكم أن تستعيذوني في المياه وكي تكون السهولة للعوام والناس الذين يسكنون في هذه القرية إن شاء الله في دعواتكم. وهذه البير في غروب الجمالية، في الصعوبة الجمالية، وستكون إن شاء الله في المستقبل إن شاء الله في هذه الأبيار في القرى والمدن. وكذلك المقام الذي ليس لها معون إن شاء الله ستكون مفيدا في المستقبل. السلام عليكم. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah
अहदा सबील फाउंडेशन जमालिया ग्रुप की जानिब से ये गगनपुर, पर्वतपुर, गिरिडीह, झारखंड के अंदर जो एक बंजर इलाका है जहां पानी की सख्त ज़रूरत है, अल्हम्दुलिल्लाह जनाब नवाज रशादी साहब के थ्रू से ये बोरवेल नंबर 8 अल्हम्दुलिल्लाह आज शुरू हो चुका है। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि हमारे नवाज रशादी साहब के इस मेहनतों को कबूल फरमाए और जिस बंदे ने ये सदका जारिया के तौर पर दिया है, अल्लाह रब्बुल आलमीन उसके ताउन को कबूल फरमाए। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अहदा सबील फाउंडेशन जमालिया ग्रुप की जानिब से अल्हम्दुलिल्लाह विलेज गगनपुर, पर्वतपुर, गिरिडीह, झारखंड के अंदर अल्हम्दुलिल्लाह जनाब नवाज रशादी साहब की के थ्रू से ये डीबोरिंग अल्हम्दुलिल्लाह हो रहा है। जो 400 फीट के अंदर पानी मिला, अल्हम्दुलिल्लाह अच्छा पानी मिला। अल्लाह रब्बुल आलमीन नवाज रशादी साहब को जज़ाए खैर अता फरमाए और दुनिया व आखिरत में बेहतरीन बदला दे। और जिस बंदे ने ये डीबोरिंग यहाँ सदकाए जारिया के तौर पर दिया है, अल्लाह रब्बुल आलमीन उसके ताउन को कबूल फरमाए। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अस्सलाമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജാംനഗർ ഡിസ്ട്രിക്റ്റിൽ കൻകരിബാദിൽ ചെയിൻബോർ വില്ലേജ് കൻകരിബാദിൽ ബോർവെൽ നമ്പർ 9 രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും വെള്ളം കണ്ട് ധാരാളം വീടുകളാണ് ഇവിടെ ഉള്ളത്. ധാരാളം വീടുകൾ ഉള്ള ഏരിയയാണ്. ഈ ഒരു ധാരാളം ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാരായൺപൂർ ഏരിയയിലെ വളരെ വലിയൊരു പ്രൊജക്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബോർവെൽ നമ്പർ 10 ആണ് എങ്കിൽ തന്നെയും ഇവിടെ വളരെ അധികം ജനങ്ങൾ കിട്ടിക്കൂടുന്ന ഏരിയയാണ്. ഇവിടെ ഹോസ്പിറ്റല്, പള്ളി, അതുപോലെ ചന്ത, മറ്റ് പല ഏരിയകളും കൂടിച്ചേർന്ന ഒരു മേഖലയാണ് ഈ നാരായൺപൂർ. ഇവിടെ ബാത്റൂം വേണം, അതുപോലെ വലിയ ടാങ്ക് ഉൾപ്പെടെ ബോർവെൽ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ അവർക്ക് വേണം. അത് എല്ലാവരും തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാലിയ ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുകയും വളരെ നല്ല മനസ്കരായ വ്യക്തികൾ അതിലേക്ക് കടന്നു വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സംരംഭം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടിലാണുള്ളത്. ഇതിന്റെ പണി യഥാർത്ഥത്തിൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിനുവേണ്ടി സഹായിച്ച ആളിന് റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടത്തെ ഒരു വ്യക്തി ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ ഒരു കമ്മിറ്റിയിൽ നമ്മൾ അമീറായിട്ട് എടുത്ത व्यक्ति शकूर शकूर यहाँ पे ये नारायणपुर है, जामताड़ा डिस्ट्रिक्ट है। यहाँ पे इस जगह पे पानी का बहुत कम था, पानी था ही नहीं। जमालिया ग्रुप से हम लोग को एक डीप बोरिंग मिला है। इंशाल्लाह यहाँ सक्सेस होगा पानी का। तो बाथरूम भी दिया जा रहा है, जिससे आम आदमी को बहुत सुविधा होगा। बगल में मार्केट भी लगता है, यहाँ हॉस्पिटल है, बगल में बहुत सारे दुकानें हैं जहाँ पे आदमी लोग सामान लेने आते हैं। यहाँ पे पानी नहीं रहने के कारण दूसरी जगह से पानी खरीद के लाना पड़ता है, और इस जगह पे बहुत इंशाल्लाह अच्छा ही होगा। നമ്മുടെ നാരായണപൂരില് നമ്മള് കുടിക്കുന്ന വെള്ളത്തിന്റെ വെള്ളം കണ്ടുവരുന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ജാംതറ ഡിസ്ട്രിക്റ്റിൽ നാരായൺപൂരില് ഈദ്ഗാഹ് മോള് എന്ന് പറയുന്ന സ്ഥലത്താണ് 12ാമത്തെ കുഴൽക്കിണർ അൽഹംദുലില്ലാഹ് കുഴിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഈ കിണർ സ്പോൺസർ ചെയ്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മളോടൊപ്പം സമീപിക്കുകയും ചെയ്ത ജാർഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മളോടൊപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശിച്ച വടകര മഞ്ചേരി ഷാനവാസ് സാഹിബാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹമാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഹൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ധാരാളം ആൾക്കാർ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഒരു തീരുമാനത്തിൽ എത്തിച്ചതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതൊരു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടുത്തെ കാരനായ ഇവിടുത്തെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നേതാവ് റിയാസത്തുമാരാണ്. രണ്ട് വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। ये यहाँ पर जो बोरवेल हो रहा है, यहाँ पर पानी की बहुत ज़रूरत थी। यहाँ सारे मकान हैं जहाँ पर पानी नहीं मिल रहा था इन लोगों को। अल्हम्दुलिल्लाह ये ईदगाह मोड़ है, यहाँ पर अल्हम्दुलिल्लाह पानी का इंतज़ाम किया जा रहा है। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि अल्लाह ताला इसको सदक़े जारिया बनाए और यहाँ के लोगों के लिए ये अल्लाह रब्बुल आलमीन यहाँ से पानी हासिल करने की तौफीक दे और दुनिया व आखिरत में कामयाबी अता फरमाए। आमीन। വളരെ മനോഹരമായ ഒരു കിണർ കൂടി ഹദിയ ചെയ്തിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ ജാരിയ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു വലിയൊരു ജുമാ മസ്ജിദാണ്. വളരെ പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദാണ്. ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ കൂടുതൽ പഠിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ അഹദ സബീൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഒരു കുഴൽക്കിണർ ഇവിടെ നൽകുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ഇത് ജാരിയായ സദഖയുടെ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ സീസണിലെ 15ാമത്തെ കിണറാണ്. 15ാമത്തെ കിണറാണ്. ഇവിടെ ചെറിയ വീടുകളിലായി കുഞ്ഞു കുഞ്ഞു വീടുകളിലായി ധാരാളം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. എല്ലാവർക്കും വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. ഇവിടെ തൊട്ട് അടുത്ത് തന്നെ പള്ളി ഉൾപ്പെടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കിണർ അൽഹംദുലില്ലാഹ് ഇവിടെ കുഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് 15ാമത് കുഴിച്ച കുഴൽക്കിണറിലും അൽഹംദുലില്ലാഹ് നല്ല വെള്ളം വന്നു തുടങ്ങി. നല്ല രീതിയിൽ വെള്ളം കണ്ടു. അൽഹംദുലില്ലാഹ്. ഞാൻ ഇപ്പോ നിൽക്കുന്ന പരടി ജുമാ മസ്ജിദിലാണ്. ഈ പരടി ജുമാ മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ ജുമാ നമസ്കരിക്കാൻ എത്താറുള്ളത്. അതുപോലെ 5 നേരം നമസ്കരിക്കാനും എത്താറുള്ളത് 100 കണക്കിന് ആൾക്കാരാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അവർക്ക് ഒതു കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. തൊട്ടടുത്ത വീടുകളിലൊക്കെ പല ഭാഗത്തും പോയി ചെറിയ ചെറിയ ടിന്നുകളിൽ വെള്ളം കൊണ്ടുവന്നാണ് ഒതു എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു ബോർവെല് വളരെ അത്യാവശ്യമാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ 500 ഫീറ്റിന് മുകളിൽ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. 1 ഫീറ്റ് എന്ന് പറയുമ്പോൾ 130 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. കാരണം നല്ല ഉണക്കായതുകൊണ്ട് ഇപ്പൊ മെഷീൻ എല്ലാം നല്ല ബിസി ആയതുകൊണ്ട് ഇതിനു മുമ്പ് 120 രൂപയിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 130 രൂപയാണ് അതിന്റെ റേറ്റ്. പിന്നെ അതിന്റെ മോട്ടറും ടാങ്കും എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചെലവാകും. അപ്പൊ ഇത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഒരു ബോർവെൽ ചെയ്യാൻ അൽഹംദുലില്ലാഹ് തീരുമാനിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ചെയ്യാൻ നിയത്ത് വെച്ചിട്ടുള്ള വ്യക്തിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും
ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. കാരണം അവർക്ക് ഒരു കുടിവെള്ളവും അവർക്ക് ഒതുവിനുള്ള സൗകര്യത്തിനും വേണ്ടിയാണ് വളരെ വെള്ളമില്ലാതെ വലയുന്നവരാണ്. ഇവരെല്ലാം സാധുക്കളാണ്. 100-150 രൂപ ജോലി ചെയ്ത് കഴിയുന്നവരാണ്. അതുപോലെ ധാരാളം രോഗികളും മറ്റുമൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ വീടുകളിലാണ് കഴിയുന്നത്. ഓരോ വീട്ടിലും 10-15 പേര്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീടുകളിലാണ് ഇവര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ ഇല്ല. തീർച്ചയായും വളരെ പ്രതിസന്ധിയിലാണ് അവരുള്ളത്. അതുകൊണ്ട് എല്ലാവരും പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഈ ഒരു സംരംഭത്തിൽ നമ്മൾ പങ്കാകുന്നത് പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ ബോർവെൽ അടിക്കാൻ നിന്ന് മിഷൻ വരാം എന്നാണ് ഏറ്റിട്ടുള്ളത്. ഇവിടെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ. अस्सलामुअलैकुम रहमतुल्लाहि वबरकातुहू। अल्लाह रब्बुल आलमीन के फजल करम से जमालिया ग्रुप की तरफ से पहरी डी की जामा मस्जिद में एक बोरवेल हुआ था। अल्हम्दुलिल्लाह आज उसमें मोटर लग चुका है। आप देख सकते हैं यहाँ पानी की बहुत ज़्यादा किल्लत थी, समस्या थी, परेशानी थी। अल्हम्दुलिल्लाह ये मोटर लग गया और बोरवेल भी जमालिया ग्रुप की तरफ से हो गया। हम उन लोगों के लिए दुआ करते हैं कि अल्लाह रब्बुल आलमीन उन्हें बेहतरीन बदला दे और ज़्यादा से ज़्यादा सदक़ात खैरात करने की तौफ़ीक़ अता फ़रमाए और इसी तरह गरीबों की मदद करने की तौफ़ीक़ अता फ़रमाए। अल्हम्दुलिल्लाह। अस्सलामु अलैकुम रहमतुल्लाह। അൽഹംദുലില്ലാഹ് പരടി ജുമാ മസ്ജിദിന്റെ ബോർവെലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർവെലിന്റെ പണി വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് പരടി ജുമാ മസ്ജിദിന്റെ ജാർഖണ്ഡിൽ പരടി ജുമാ മസ്ജിദിന്റെ ബോർവെലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ജസാക്കുമുല്ലാഹ്. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। अल्हम्दुलिल्लाह बड़ी खुशी और मसरत की बात है कि जमालिया ग्रुप की तरफ से मेरे गांव की मस्जिद के लिए एक बोरवेल का इंतजाम हो गया है। पानी की बड़ी दिक्कत की, परेशानी थी, किल्लत थी। नमाजियों के लिए, नमाजियों को, मुसल्लियों को वजू बनाने में बड़ी परेशानी होती थी। अल्हम्दुलिल्लाह अल्लाह रब्बुल आलमीन के फजल करम और एहसान से जमालिया ग्रुप की तरफ से एक बोरवेल का इंतजाम हो गया है और पानी आप देख ही रहे हैं। अल्हम्दुलिल्लाह बड़ी तेजी से पानी निकल रहा है। अल्हम्दुलिल्लाह अल्लाह रब्बुल आलमीन का लाख लाख शुक्र है। अस्सलामु अलैकुम रहमतुल्लाह। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഇവിടെയാണ് നമ്മൾ പിന്നെ ഉദ്ദേശിച്ച ബോർവെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 17ാമത്തത് ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പള്ളിയുടേത് കഴിഞ്ഞു, അത് 16ആയിരുന്നു. 17ാമത്തത് ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വീടുകൾ ആണ്, ഈ കാണുന്ന എല്ലാം വീടുകളാണ്, ഓടിട്ട വീടുകളാണ്. ഇതെല്ലാം കൊച്ചു കൊച്ചു വീടുകളാണ്. അപ്പോൾ വീടുകളും ആൾക്കാരും ഒക്കെയാണ്. ഈ ഓരോ വീടുകളിലുള്ള കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്ത ആൾക്കാരാണ് ഇതെല്ലാം. ഈ കൊച്ചു കൊച്ചു വീടുകളാണ്. ധാരാളം വീടുകൾ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഭാഗത്താണ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വണ്ടി വന്നു കഴിഞ്ഞു. ആ വണ്ടി നോക്കണം, പിള്ളേരൊക്കെ ഉണ്ട്, ഒരു ജോലിയില്ലായിരിക്കുന്നു. വണ്ടികൾ എത്തിക്കഴിഞ്ഞു. വലിയ വണ്ടി ഉണ്ടേ പറ്റത്തുള്ളൂ. 2 വലിയ വണ്ടിയാണ്, 2 വലിയ വണ്ടിയും എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എല്ലാം കൊച്ചു കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ഉടനെ അറിയിക്കാം. ഉടനെ തുടങ്ങും. നമ്മൾ 17ാമത്തെ, അത് ഇത് കഴിഞ്ഞിട്ടാണ് 18ാമത്തെ തുടങ്ങുന്നത്. ഓക്കെ, ये ग्राम गगनपुर, डिस्ट्रिक्ट गिरिडीह, सूबा झारखंड। ये गगनपुर गांव के अंदर पानी की काफ़ी किल्लत और दिक्कतें हुआ करती हैं। यहाँ से लगभग 20 घर ऐसे हैं जो 1 किलोमीटर दूरी से ला करके पानी पिया करते थे। अल्हम्दुलिल्लाह जमालिया ग्रुप की जानिब से गगनपुर गांव के अंदर एक बोरवेल का इंतज़ाम किया गया है। अल्लाह रब्बुल आलमीन से दुआ करते हैं कि अल्लाह रब्बुल आलमीन जमालिया ग्रुप के तमाम सदस्य के इस ताउनात को कबूल फरमाए और उसका इसके अजर मुस्तहिक अल्लाह रब्बुल आलमीन बनाए। और ये जैसा जहाँ भी पानी का बोरवेल का प्रॉब्लम है, इंशाअल्लाह जमालिया ग्रुप की जानिब से वो पूरा किया जाएगा और सभी को पानी पीने का व्यवस्था किया जाएगा इंशाअल्लाह। ये पूरे हमारे जमालिया ग्रुप की जानिब से
इंशाअल्लाह इंतजाम किया जा रहा है। और अल्लाह से दुआ है कि अल्लाह रब्बुल आलमीन इस बोरवेल के ताउन करने वाले के अल्लाह रब्बुल आलमीन जो है उसके अजर मुस्तहिक बनाए। आमीन। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഗഗൻപൂര് നമ്മുടെ 17ാമത്തെ ബോർവെലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരുപാട് രാത്രി ഒരുപാട് ലേറ്റായാണ് വെള്ളം കണ്ടു തുടങ്ങിയത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക 17ാമത്തെ ബോർവെലാണ്. ഇപ്പൊ ആൾക്കാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരുപാട് ഇരുട്ടി ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതിന്റെ വർക്ക് നടക്കുന്നത് വെള്ളം കാണുകയും ചെയ്ത് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് ക്ലിയർ ചെയ്യാനുള്ള പദ്ധതിയാണ്. ഇവിടെ 18ാമത്തെ കിണറാണ്. രാത്രിയോടുകൂടി 17 വെള്ളം കണ്ടു കൊടുക്കുന്നത് രാത്രി 18ാമത്തെ കിണർ ആരംഭിച്ചു. കിഴക്കോട് എന്ന മേഖലയിൽ 12ാമത്തെ ബോർവെലായിട്ട് നമ്മൾ പണി തുടങ്ങുകയാണ്. 18ാമത്തെ നമ്മുടെ ബോർവെലാണ്. ഓക്കെ, വെള്ളം കണ്ടുവെന്ന സംഭവിച്ച വാർത്ത അറിയിക്കും. रहमतुल्लाहि व बरकातहू। जैसे कि आप लोग देख रहे हैं कि यहाँ जमालिया ग्रुप बोरवेल नंबर 19 सिराज इफ़त साहब ने सदक़ा जारिया के तौर पर यहाँ पर बोरवेल कल होगा इंशाअल्लाह। आज बतारीख़ 12 जुलाई 2024 है। कल इंशाअल्लाह 13 जुलाई 2024 को यहाँ पर बोरवेल गाड़ी आएगी और बोरिंग यहाँ पर होगा। पानी की बहुत सख्त ज़रूरत है। यहाँ पर दूर दूर तक यहाँ पर पानी नहीं है। लिहाजा अल्लाह रब्बुल आलमीन से दुआ करता हूँ कि पाक परवरदिगार आलम सिराज इफ़त की इस सदक़ा जारिया को कबूल फरमाए और यहाँ से तमाम लोग जो पानी पीने वाले हैं अल्लाह ताला उनके हक़ में सदक़ा जारिया फरमाए। आमीन सुम्मा आमीन। अस्सलामु अलैकुम वरहमतुल्लाहि व बरकातहू। अल्हम्दुलिल्लाह जमालिया ग्रुप बोरवेल नंबर 19 सिराज इफ़त साहब के जानिब से ये बोरवेल हुआ है। 12 जुलाई को अल्हम्दुलिल्लाह यहाँ पर हम लोग आकर के रिपोर्टिंग किए और 13 जुलाई को बोरवेल हुआ और आज अल्हम्दुलिल्लाह पानी निकल रहा है, आप देख सकते हैं। और यहाँ पर पानी की बहुत दिक्कत है, दूर दूर तक पानी यहाँ पर नहीं है। मैं अल्लाह रब्बुल आलमीन से दुआ करता हूँ कि पाक परवरदिगार आलम सिराज इफ़त साहब के इस बोरवेल को कबूल फरमाए और कल क़यामत के दिन अल्लाह रब्बुल आलमीन हौज़ कौसर का पानी इसके बदले में इनायत फरमाए और इसी तरीके से उनको दीन के कामों में और सदक़ा जारिया के तौर पर दूसरे कामों में ज़्यादा से ज़्यादा ताउन करने की अल्लाह रब्बुल आलमीन तौफ़ीक़ अता फरमाए। आमीन। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू। अल्हम्दुलिल्लाह जमालिया ग्रुप बोरवेल नंबर 20 ASJ फाउंडेशन गिट्स फार्म ग्रेव विलेज पोखरिया पोस्ट नारायणपुर डिस्ट्रिक्ट जामताड़ा झारखंड। अल्हम्दुलिल्लाह ये 20वां बोरवेल है जमालिया ग्रुप के जानिब से। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि पाक परवरदिगार आलम इसी तरीके से जमालिया ग्रुप वाले सदक़ा जारिया के तौर पर जहाँ पर ज़रूरतमंद हो, जहाँ पर पानी की सख्त ज़रूरत हो, वहाँ पर वो लोग सदक़ा जारिया के तौर पर काम करते रहें। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि अल्लाह ताला यहाँ पर बहुत पानी की ज़रूरत है। जो लोग पानी का इंतज़ाम कर रहे हैं अल्लाह रब्बुल आलमीन कल क़यामत के दिन उनके लिए हौज़ कौसर का पानी का इंतज़ाम फरमाए। आमीन सुम्मा आमीन। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू।
अल्हम्दुलिल्लाह जमालिया ग्रुप बोरवेल नंबर 21 सईद याकूब साहिब की जानिब से ये बोरवेल उन्होंने दिया है। यहाँ पर पानी की सख्त ज़रूरत है, दूर दूर तक पानी नहीं है। आप देख सकते हैं ये विलेज कटरावर पोस्ट नारायणपुर डिस्ट्रिक्ट जामताड़ा झारखंड में है। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि पाक परवरदिगार आलम देने वाले को, जिन्होंने ये बोरवेल दिया है, सैयद याकूब साहिब के कारोबार में बरकत अता फरमाए और कल क़यामत के दिन अल्लाह रब्बुल आलमीन उस जगह पर जहाँ पर अल्लाह रब्बुल आलमीन के साये के अलावा कोई साया नहीं होगा, वहाँ पर अल्लाह रब्बुल आलमीन इनको हौज़े कौसर का पानी नसीब फरमाए। आमीन सुम्मा आमीन। റഹ്മത്തുള്ള ജാർഖണ്ഡിൽ ലഖിംപൂർ എന്ന പ്രദേശത്ത് ഗിരിഡി ഡിസ്ട്രിക്റ്റിലാണ് ഇവിടെ മജീദ് അൻസാരി ആൻഡ് പാക്കർ മൈദീൻ എന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ബോർവെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏകദേശം 30-ന് മുകളിൽ വീടുകൾ, 35-നിടയിൽ വീടുകൾ, ജനങ്ങളും വെള്ളത്തിന് വേണ്ടി ധാരാളം ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ്. അവർക്ക് വേണ്ടി ഒരു ബോർവെൽ ഇൻഷാ അല്ലാഹ് കുഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു അതൊരു ജാരിയായ സദക്കയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പടച്ച തമ്പുരാൻ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ. പാക്കിർ മൈദീനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ ജാരിയായ സദക്കയുടെ പുണ്യം ഈ ലോകത്തും പരലോകത്തും കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് 22ാമത്തെ ബോർവെൽ പാനി ആയ വെള്ളം കണ്ടു എന്നുള്ളത് കാണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുണ്ടേൽ വാദ എന്ന പ്രദേശത്ത് ബോർവെൽ നമ്പർ 23 ആണ്. ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ഇന്ന് ആണ് ഇവിടുത്തെ ബോർവെൽ ആരംഭിക്കുന്നത്. ഇവിടെ ഏകദേശം 30ഓളം വീടുകൾക്ക് മുകളിൽ ആണുള്ളത്. ഇതിന്റെ മെഷീൻ വെളിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 30ഓളം വീടുകൾ അൽഹംദുലില്ലാഹ് ഉണ്ട്. 300 മുകളിൽ ആൾക്കാർക്ക്, 300 കുടുംബങ്ങൾക്ക് മുകളിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിവിടെ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നമ്മുടെ 23 ബോർവെൽ നമ്പർ 23 വെള്ളം എന്ന സന്തോഷ വാർത്ത അറിയുകയാണ്. വെള്ളം അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. VP മൊയ്തൂപ്പ ഹാജിയുടെ 38ാമത് നന്മ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ജാർഖണ്ഡ് ഗിരിഡി ഡിസ്ട്രിക്റ്റിൽ ഗഗംപൂർ നീച്ചെ ചോല എന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ 38ാമത്തെ കിണർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ ഗിരിഡി ജില്ലയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. VP മൊയ്തൂപ്പ ഹാജിയുടെ 38ാമത് നന്മ കുടിവെള്ള പദ്ധതി അൽഹംദുലില്ലാഹ് വെള്ളം കണ്ടു എന്ന സന്തോഷ വാർത്ത അറിയുകയാണ്. अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहू। ये VP मौजूदा हाजी की जानिब से
जो गगनपुर नीचे टोला में पानी का इंतजाम किया गया था, अल्हम्दुलिल्लाह बहुत ही खूबसूरत तरीका से पानी आना शुरू हुआ है। ये कैंडल भी लग गया है अल्हम्दुलिल्लाह। ये देखिए बच्चे लोग वजू कर रहे हैं और सारे महिला लोग भी हाल है अल्हम्दुलिल्लाह यहाँ के पानी को पी करके। और हम सभी दुआ करते हैं अल्लाह रब्बुल आलमीन से कि हाजी साहब के हक में सबका जारी अल्लाह रब्बुल आलमीन कबूल फरमाए और दुनिया और आखिरत में उनके लिए बेहतरीन अज़्र बनाए। आमीन सुम्मा आमीन। अस्सलाम वालेकुम रहमतुल्लाह। अल्हम्दुलिल्लाह अल्लाह ताला करम से रहमत से ये जमालिया ग्रुप बोरवेल नंबर 25 रशीदा अलीमुद्दीन अल्हम्दुलिल्लाह सदका जारिया से रास्ता से दिया। ये गिरिडीह डिस्ट्रिक्ट जगन्नाथ ये एरिया में है अल्हम्दुलिल्लाह। इतने आदमी लोग इधर ज्यादा लोग भी हैं, ज्यादा आदमी पानी के लिए बहुत तकलीफ जगह है इधर अल्हम्दुलिल्लाह। ज्यादा घर वाला है 30 जूला 30 घर का ऊपर है इधर 30 घर का ऊपर ज्यादा घर वालों में है 300 आदमी लोग के ज्यादा पानी पीने का और सफाई एरिया में है अल्हम्दुलिल्लाह। ये पानी इधर से आदमी लोग इधर ज्यादा अल्लाह ताला का तौफीक से अभी अभी के लिए इधर बहुत हो जाएंगे तकलीफ जगह है इधर अल्हम्दुलिल्लाह। ज्यादा घर वालों है 30 जूला 30 घर का ऊपर है इधर 30 घर का ऊपर ज्यादा घर वालों में है 300 आदमी लोग के ज्यादा पानी पीने का और सफाई वजू के लिए ये पानी इधर से उठेंगे अल्हम्दुलिल्लाह। अल्लाह ताला का तौफीक से अभी इधर स्टार्ट हो जाएंगे ग्रुप का तरफ से। और रशीदा अलीमुद्दीन का बोरवेल अल्हम्दुलिल्लाह इधर चालू हो गया, पानी आया, वही बोरवेल अल्हम्दुलिल्लाह पानी आया। सब लोगों को मिलने के लिए वो पानी अल्हम्दुलिल्लाह इधर ही अच्छा पानी आते रहते। वो वीडियो अभी किया। ओके, अल्लाह ताला खैर बरकत अता फरमा। आमीन, जज़ाकल्लाह खैर।